കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദുബായിലോട്ട് വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു. ജോലിയൊക്കെ ഒന്ന് സെറ്റ് ആവണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടായിരുന്നു വിമാനം കയറിയിട്ടുള്ളത്. അവിടെ ഒരുപാട് നടന്നു, ഒരുപാട് ആൾക്കാരെ കണ്ടു, ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. ഞാൻ ആ സമയത്ത് എൻ്റെ അമ്മമാരുടെ കൂടെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അവരായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും അന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത്. അന്ന് മാത്രമല്ല ഇപ്പോഴും അവരെന്നെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ എളാപ്പ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവരൊക്കെ എന്നെ ഒരുപാട് രീതിയിൽ അവിടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ആൾക്കാരെ മീറ്റ് ചെയ്യാനും, ചിലപ്പോൾ എൻ്റെ കൂടെ അവർ വരും. അതല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. അല്ലെങ്കിൽ അവർ വിളിച്ചു പറയും. പക്ഷെ 3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ വിസിറ്റിൻ്റെ കാലാവധി കഴിഞ്ഞു. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യണോ എന്നുള്ള വരും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും തിരിച്ച് കയറുകയാണ്. ഇനിയിപ്പോൾ ആ സമയത്ത് അവിടെ നോമ്പൊക്കെ വരാനാകുമ്പം എന്തായാലും ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് ഞാൻ തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നത്. നാട്ടിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ മെൻ്റലി ഡൗൺ ആയി തന്നെ പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയ സമയത്ത് എൻ്റെ മോൻ അന്ന് 2 വയസ്സാവുന്നേ ഉള്ളൂ. ഞാൻ എത്തിയ സമയത്ത് അവൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഞാൻ അവൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഇരുന്നു. പിന്നെ എണീറ്റ സമയത്ത് അവന് എൻ്റെ അടുത്തേക്ക് വരാൻ ഒരു മടി. അതായത് ഇങ്ങനെ അവനിങ്ങനെ ഡോറിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്നുണ്ട്. എൻ്റെ അടുത്തേക്കാണ് വരുന്നില്ല. ഞാൻ വിളിക്കുന്നുണ്ട്, "ബബുലോ ഇങ്ങോട്ട് വാ" എന്നൊക്കെ പറഞ്ഞൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ വൈഫിനോട് ചോദിക്കുകയാണ്, "ഉമ്മച്ചിയെ അത് നിൻ്റെ അബ്ബയാണോ?" എന്ന് ചോദിച്ചു. അത് ഞാനത് കേട്ട സമയത്ത് എനിക്കത് വല്ലാതെ എന്തോ ആയിപ്പോയി. കാരണം ഞാനൊരു 3 മാസം അവിടെ നിന്ന് വന്നപ്പോഴേക്കും എൻ്റെ കുട്ടി എന്നെ മറന്നോ എന്നുള്ളതും എനിക്കെന്തൊക്കെ, അതായത് ഞാൻ ആ ജോലി കിട്ടാത്തതിൻ്റെ ടെൻഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ചോദ്യം കേട്ടതോടുകൂടി എൻ്റെ മനസ്സിൽ നിന്ന് അത് പോയി. കാരണം അതിനേക്കാളും എന്തോ എനിക്ക് ഇവിടെ കിട്ടിയത് പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ആ സമയത്ത് ചിന്തിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ വെറും ഒരു 3 മാസം മാത്രമേ അവിടെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൊല്ലങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാർ 1 വർഷം, 2 വർഷം, 3 വർഷമൊക്കെ നിന്നിട്ട് അവര് അവിടെ പ്രവാസ ലോകത്ത് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് താമസമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഒക്കെ വളരെ ചുരുങ്ങിയ ലെവലിൽ ജീവിച്ചിട്ട് അവരെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി മാത്രമാണ് അവരവിടെ നിൽക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് അവരുടെ അടുത്ത് വരുന്ന സമയത്ത് മക്കളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന സ്നേഹമോ അല്ലെങ്കിൽ മക്കളെ മിസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. സത്യം പറഞ്ഞാൽ അവിടെ ജോലി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇതൊക്കെ മിസ്സാവുമായിരുന്നു. പക്ഷേ കിട്ടാതെ വന്ന സമയത്ത് എൻ്റെ മോൻ്റെ ആ ഒരൊറ്റ പറച്ചിൽ കൊണ്ട് എനിക്ക് എന്തൊക്കെയോ ആ സമയത്ത് ഉണ്ടായിരുന്നു. ശരിക്കും ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രവാസികൾ ഉണ്ടാവും അല്ലേ? കാരണം അവരെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ 2 3 മാസത്തിന് വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കുറഞ്ഞ ഗ്യാപ്പ് കൊണ്ട് മക്കളായിട്ടൊന്ന് ഒന്ന് കമ്പനി ആയിട്ട് വരുമ്പോഴേക്കും വീണ്ടും തിരിച്ചു പോകാനായി അല്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ, അതായത് ഒരുപാട് ഫീലിങ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ടാവും നമുക്കിടയിലൊക്കെ അല്ലേ?